വന്നിട്ടുള്ളത് ഒരു കമന്റും കൊണ്ടാണ്. ഞാൻ ഇന്ന് രാവിലെ 2 ദിവസമായി ഇത് നിരന്തരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതാ കേട്ടോ. അപ്പോ ഈ പാട്ട് ഞാൻ പാടിയതില് ഓരോരുത്തർ വന്നിട്ട് കമന്റ് ഇട്ടതാണ്. ആരിഫിന്റെ കൂടെ നിന്നത് കൊണ്ടാണ് മാറ്റം എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി. ഞാൻ ഇതിനു മുമ്പ് ചാനൽ തുടങ്ങുന്ന സമയത്തും ഇതേ ലെവലിലുള്ള പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. അത് എന്റെ ഓൾഡ് വീഡിയോസ് ഷോർട്സ് എടുത്ത് നോക്കിയാൽ കോമഡി നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ, ആരിഫിന്റെ അവിടെ നിൽക്കട്ടെ. ആരിഫിന്റെ അല്ല കുതിച്ച് നിനക്ക് മരിക്കണ്ടേ. പാട്ട് ആസ്വദിച്ചു കഴിഞ്ഞാല് പിന്നെ മരണം പെട്ടെന്നോ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടോ അങ്ങനെ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലെങ്കിൽ പാട്ട് ആസ്വദിച്ചു കഴിഞ്ഞാല് നമുക്ക് മരണം എങ്ങനെയെങ്കിലും ആവും, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അതുപോലെ പറയുന്നതാണ് ഇനി മുസ്ലിം ആണോ? ഇനി മുസ്ലിം ആണോ? പാടുന്നില്ലേ? മധുര പാട്ടുകൾ പാടുന്നില്ലേ? ഇസ്ലാമില് സംഗീതം ഹറാമാണോ? ദഫ് മുട്ടുന്നില്ലേ? ഇസ്ലാമില് സംഗീതം ഹറാമാണോ? ഈ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ നിന്നും പുറത്ത് എന്ത് ചിന്താഗതി കൊണ്ടാണ് മനുഷ്യന്മാർ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എക്സ് മുസ്ലിമായി എന്നും പറഞ്ഞു വരുന്നവരോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. ഞാനും എന്റെ മക്കളും സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. എസ്പെഷ്യലി ഞാൻ അല്ലെ, നല്ലോണം സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുതിലേ തൊട്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നും വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയിന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നും ഇല്ല കേട്ടോ. തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും പല മനുഷ്യരിലും. അപ്പൊ അതും കൊണ്ട് നമ്മുടെ നേരക്ക് നിങ്ങൾ വരണ്ട. ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ നടക്കും. എന്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സംഗീതം. സംഗീതം ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പൊ എനിക്കിതില് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ അങ്ങനെ സംഗീതം ഹറാമാക്കിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം കേട്ടോ. ഞാൻ സംഗീതത്തെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ പറയുന്നവർ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് എന്റേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികൾക്കനുസരിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇത് എന്റെ ജീവിതമാണ്. ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ എന്തതിന് മോശം? കളിച്ചടിയും പോവാ. അപ്പൊ പാട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പാട്ടിനാണ് എനിക്ക് കമന്റ് വന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് അതിന് സ്റ്റെപ്പ് ഏതാ വെക്കേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. ഓള് ചിരിക്കുന്നതാണ്. അതാണ് നല്ല ജിങ്കലാല നല്ലോണം ഓല് കളിക്കും കേട്ടോ. അപ്പൊ എനിക്ക് ഞങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. എന്താ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് എന്നും സാഡായിട്ട് കുത്തിരിക്കണം എന്നുണ്ടോ? അല്ലെങ്കിൽ എന്നും മൗനമായിട്ട് ഇരിക്കണം? അങ്ങനെയുണ്ട്. വിഷമിച്ചിരിക്കണം, സന്തോഷിക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന് സന്തോഷം പാടില്ല. ഇത് എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? നീ മുസ്ലിം അല്ലേ, നീ അതല്ലേ, നീ ഇതല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പലരുമായിട്ട് പല കമന്റ്സിലും ഞാൻ കണ്ട കാര്യങ്ങളാണ് കേട്ടോ. പല കമന്റ്സ് വഴിയാണ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചാനൽ തുടങ്ങാൻ പാടില്ല, ഒരു മുസ്ലിം പെണ്ണിനെ ഒന്നും പാടില്ല എന്നുള്ളൊരു ഇതില്
ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഹിന്ദി പാട്ടിന് ഡാൻസ് കളിക്കുമ്പോൾ ഹാഫ് ഡ്രസ്സ് ഇട്ടിട്ട് വേണം കളിക്കാൻ. അങ്ങനെ കണ്ടോ എന്തെല്ലാം കമന്റ്സ് എന്നാ പറയണ്ടേ. ഈ മനുഷ്യന്മാര് എന്തർത്ഥത്തിലാണ് നോക്കിക്കാണുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരാം. ഇസ്ലാമാണ് എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും വിലക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കണ്ട പ്രായം വരെ ഞാൻ സംഗീതത്തെ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഒരാളുടെ സ്വാതന്ത്ര്യത്തില് കൈകടത്താൻ ആർക്കും അവകാശം ഇല്ല കേട്ടോ. പിന്നെ പബ്ലിക്കിന്റെ മുമ്പിലാണ് ഞങ്ങൾ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാല് എനിക്ക് എന്റേതായിട്ടുള്ള രീതികളാണ്. ഞാൻ വിശ്വസിക്കുന്ന മതം തന്നെയാണ് ഇസ്ലാം എന്നുള്ളത്. പക്ഷെ എന്നും വിചാരിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇസ്ലാമിൽ ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. ഞാൻ മുസ്ലിമാണ് എന്ന് വിചാരിച്ചിട്ട് ആടാനും പാടാനും സന്തോഷിക്കാനും പിന്നെ എന്താ പറയാ മ്യൂസിക് ആസ്വദിക്കാനും ഇതിനൊന്നുള്ള റൈറ്റ് നമുക്കില്ല, അവകാശം നമുക്കില്ല. എന്താണ് നിങ്ങൾ ഇസ്ലാമിനെ പറ്റിയിട്ട് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എപ്പോഴും മൂടിപ്പൊതച്ച് സാഡായിട്ട് ഇങ്ങനെ കുത്തിരിക്കണോ എന്നുള്ളതാണോ? എന്തിനാണ് ഒരു പാട്ടിന് ഒരു റിയാക്ഷൻ ആയിട്ട് ഞാൻ വരുമ്പത്തേക്ക് നിങ്ങൾ എന്തിനാണ് മതത്തെ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇടുന്നത് എന്നാണ് എന്റെ ചോദ്യം. എല്ലാത്തിലും കൊണ്ടുവന്നിട്ടും മതത്തെ അങ്ങ് തള്ളും. ഈ മതം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നാം എല്ലാവരും മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ് അല്ലെ? അപ്പൊ നമ്മൾ എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ പറയപ്പെട്ട നിങ്ങളും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ കൊണ്ട് നിങ്ങൾ ഒഴിച്ചു നിർത്തുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നെ കൊണ്ടാവൂല. ഞാൻ നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞാനൊരു മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യ സ്ത്രീയാണ്. അത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഈ കൊണ്ടുവന്ന് കുത്തി നടക്കുന്ന മതമൊന്നും അല്ല എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ ഇനിയും മ്യൂസിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് മരിച്ചു പോണ്ടേ എന്ന് ചോദിക്കുന്ന നിങ്ങളോട്, നിങ്ങൾക്ക് മരിച്ചു പോണ്ടേ? ഞാനിത് ആസ്വദിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നരകടിച്ചിട്ട് മരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ? അതൊക്കെ ഓരോരുത്തർക്കുള്ള വിധിയായിരിക്കും. എങ്ങനെ മരിക്കണം, ഏത് വിധേനയായിരിക്കും മരണം. അപ്പൊ അതിലൊന്നും എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഞാനോട്ട് അതിൽ വിശ്വസിക്കുന്നുമില്ല. ആസ്വദിക്കാൻ പറ്റുന്നിടത്തോളം നമ്മളെ ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മള് സംഗീതത്തെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. എത്രയോ പേര് സംഗീതം കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പോയി കേൾക്ക്. മനസ്സിന് സന്തോഷം തരുന്നതാണ് സംഗീതം. മനസ്സ് എപ്പോഴും ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്ന ഒരു കല തന്നെയാണ് സംഗീതം എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറുതിലേ ഞാൻ ആസ്വദിക്കുന്നതാണ് ഏത് സംഗീതമായാലും. എസ്പെഷ്യലി ഹിന്ദി മ്യൂസിക്, ഹിന്ദി പാട്ടുകളോട്, സിനിമാ പാട്ടുകളോട് എനിക്ക് ഭയങ്കര ക്രഷാണ്, ഭയങ്കര ഇഷ്ടമാണ്. 90 കാലഘട്ടങ്ങളിലുള്ളത് ഭയങ്കരമായിട്ട് നൊസ്റ്റുമാണ്. എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴിയെ നിങ്ങൾ പോയിക്കോ. ഞാൻ എൻ്റെ രീതിയിലൂട്ടെ ഞാൻ പോട്ടെ. ഞാൻ ഇങ്ങനെ പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ടാണോ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്? ആണോ? മുസ്ലിം നാമധാരികളായിട്ടുള്ള എത്രയോ സ്ത്രീകളുണ്ട്. ഔറത്ത് വെളിവാക്കിയിട്ട് അല്പ വസ്ത്രധാരികളായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്. എന്താണ് നിങ്ങൾ അവരുടെ മേത്ത് പോയിട്ട് കയറാത്തത്? അല്ലെങ്കിൽ കമന്റ്സുമായിട്ട് പിന്നെ ചെന്നിട്ട് മേയാത്ത എന്താണ്? ഞാൻ പറയട്ടെ, ഇതില് നമ്മൾ അറിയപ്പെടുന്ന, ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്ര പ്രായമായ ഒരു ഭാര്യ ഭർത്താവുണ്ട്. പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോനുണ്ട്, മോളുണ്ട്, എല്ലാവരും കുടുംബസമേതം യൂട്യൂബിലുണ്ട്. ആ പ്രായത്തിൻ്റെത് കൊണ്ട് അവരെന്താക്കുന്നുണ്ട്, വസ്ത്രത്തിന്റെ പല മാതിരി മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുസ്ലിമാണ്, തലയിൽ തട്ടം വരെ ഇടാണ്ട് ആ സ്ത്രീ മോഡലായിട്ട് വരുന്നുണ്ട്. എന്നിട്ടൊരു നെഗറ്റീവ് കമന്റ് വരെ അവരുടെ ചാനലിൽ വരുന്നില്ല. 1-2 നെഗറ്റീവ് എപ്പോഴെങ്കിലും കണ്ടാലായി, അല്ലാണ്ടില്ല. അവർ ഏതെല്ലാം ഹിന്ദി പാട്ടിന്, ഇംഗ്ലീഷ് പാട്ടിന്, മലയാളം പാട്ടിന് ഫുള്ള് പരസ്യമായിട്ട് വരുന്നുണ്ട്. ഏതെല്ലാം കോലത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട്, പ്രായം എന്നെക്കാട്ടിലും 2 ഇരട്ടി പ്രായമുണ്ട്. എന്നിട്ട് വന്നിട്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല. അതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ്. നമ്മളൊരു പാട്ടിന് പോട്ടെ 2 വരി പാടുക അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കുക ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് അങ്ങ് പുറത്താവല. എന്താ നിങ്ങൾ കരുതി വെച്ചേക്കുന്നേ? നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല. ഇത് എൻ്റെ ജോബാണ്. യൂട്യൂബിൽ ഞാനൊരു യൂട്യൂബർ എന്നത് എന്താണ് നിങ്ങൾക്ക് ജോലി, വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇതും എൻ്റെ ജോലിയാണ് കേട്ടോ. ഇത് എൻ്റെ ജോലിയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും.
സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ കേട്ടോ. ഞാനന്ന് സംഗീതം ആസ്വദിച്ചു, ഞാൻ 2 സ്റ്റെപ്പ് ഡാൻസ് കളിച്ചു. അല്ലെങ്കിൽ പ്രായം നോക്കാണ്ട്, പ്രായമൊന്നും ഇതിന് പ്രശ്നമല്ലടോ. പ്രായമൊന്നും ഇതിൽ ആസ്വദിക്കാൻ ഒരു പ്രായം പ്രശ്നമല്ല. ഞാൻ പിന്നെ മൂക്കിൽ പല്ലും കിളിർത്ത് വന്ന കിളവിയൊന്നും അല്ല. നിങ്ങളിപ്പോൾ കിളവിന്ന് വിളിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മക്കളും എല്ലാ കുടുംബമായിട്ട് കഴിയുന്ന അതിനും നമുക്ക് കുഴപ്പമില്ല. പിന്നെ എന്നും വിചാരിച്ചിട്ട് 2 സ്റ്റെപ്പ് ഇട്ടൊന്നും വിചാരിച്ചിട്ടൊന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനാണ് എന്നിൽപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒരാളെയും ദ്രോഹിക്കാൻ ഞാൻ പോയിട്ടില്ല. മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ മുഖത്തൊരു പുഞ്ചിരിയാണ് ഉണ്ടാവാൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദാനമാണ് എന്ത്, നിങ്ങളുടെ മുഖത്ത് കാണിക്കുന്ന പുഞ്ചിരി എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ അതൊക്കെ ഒന്ന് നിലനിർത്താൻ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മുസ്ലിമിന്റെ, ഒരു മുസൽമാന്റെ അടയാളം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇതില് എൻ്റെ ഭാഗം, എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്ന ഇതാണ്. ഇനിയും തുടരും എൻ്റെ ആസ്വദിക്കല്, മ്യൂസിക് ആസ്വദിക്കല് ഇനിയും തുടരും. അതിപ്പോ നമ്മള് പിന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ നമ്മളെ ഇഷ്ടമാണ് അതൊക്കെ. അതിലൊന്നും നിങ്ങൾ കയറിയിട്ട് കൈ കടത്താൻ നോക്കണ്ട. ഓക്കെ, ബൈ.